അത് മെഷർ ചെയ്യാറായിട്ടില്ലല്ലോ. ശരി, ശ്രീ ഫക്രുദ്ദീൻ അലി, ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നു പോകുന്ന സമയമാണ് ഇത്. മമതയുടെ ഒരു പരാതി എന്ന് പറയുന്നത് തന്നെ അറിയിച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ, ദീദി രാഹുൽ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടില്ല എന്നാണ് മമതാ ബാനർജിയുടെ പരാതി. പക്ഷേ നിതീഷ് കുമാർ യാത്രയ്ക്കൊപ്പം അണിചേരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ കടന്നു പോവുകയാണോ യാത്ര ഇപ്പോൾ? അല്ല, അതിലെനിക്ക് തോന്നുന്നത് അതൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ ഇന്ത്യ സഖ്യം രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, പശ്ചിമേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് ഈ പറയുന്ന മമതാ ബാനർജി. അപ്പോൾ ഇത്രയും വിപുലമായ ഒരു യാത്ര കോൺഗ്രസ് നടത്തുമ്പോൾ മമതാ ബാനർജിയെ അറിയിച്ചില്ലെന്ന് എന്താണ് സംഭവം? ഇവർ ടെക്നിക്കലായിട്ട് പറ്റിയ മിസ്റ്റേക്കാണോ, അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് മമതാ ബാനർജിക്ക് മനസ്സിലാവായിട്ടാണോ, എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. അഡ്വാനിയൊക്കെ ഈ രഥയാത്ര എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അഡ്വാനി അത് ഓർഗനൈസ് ചെയ്തിരുന്നത്. ആ രഥയാത്രയാണല്ലോ സത്യത്തിൽ ബി ജെ പിന് ഈ രീതിയിൽ കാറ്റപ്പുൾ ചെയ്തത്. അപ്പോൾ ആ രീതിയിലൊരു യാത്ര, അന്ന് ശിവസേനയാണ് അവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷി. ശിവസേന ഏത് രീതിയിലാണ് ഇൻകോപ്പറേറ്റ് ചെയ്തിരുന്നത്, അതവർക്ക് പറ്റുന്നില്ല എന്നുള്ളതിന് ഇവർക്ക് എത്രത്തോളം ആത്മാർത്ഥ ഇതിലുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ഇല്ലെന്ന് അറിയില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്തിരി സംവിധാനങ്ങൾ കോൺഗ്രസിനുള്ള സ്ഥിതിക്ക്, ഇവർ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ സ്ഥിതിക്ക്. പക്ഷേ മമതാ ബാനർജി അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്ന അവരുടെ എന്താ പറയുക, ഒരു ആത്മാർത്ഥ കുറവ് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം ഒരു കാരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതല്ലേ? ഒരു കാരണം വേണം, അല്ല ഒരു കാരണം വേണം വിഘടിച്ച് പോകുവാൻ. അത് തന്നെയല്ലേ ഇതെല്ലാം? അങ്ങനെ ഒരു കാരണം ഈ നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു, കർപ്പൂരി ഠാക്കൂറിന്റെ പേരിൽ. അപ്പോൾ ഇതിനൊരു കാരണം ഓരോ പാർട്ടികൾക്കും കിട്ടണം. അതല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, കാരണം കിട്ടുക എന്ന് പറയുമ്പോൾ നിതീഷ് കുമാറിൻ്റെ ഒക്കെ നമുക്ക് മനസ്സിലാകാം. ഇതൊരു എന്നെ അറിയിച്ചില്ല അങ്ങനെ യാഥാർത്ഥ്യം എനിക്കത് മനസ്സിലാവുന്നില്ല സത്യത്തിൽ. കാരണം അങ്ങനെ അറിയിക്കാതിരിക്കുമോ? അങ്ങനെ ഒരു മിനിമം ഒരു കോമൺ സെൻസ് ഇല്ലാതിരിക്കുമോ? അപ്പം അങ്ങനെ അറിയിച്ചിട്ടില്ല എന്ന് ഇത്ര ഓപ്പണായിട്ട് പറയുമ്പോൾ അതിന് പിന്നിൽ എന്താണ് ഉള്ളത്? അല്ല, ഇവർ കാരണം എന്താണ് വസന്ത്? AICC ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും മമതയ്ക്ക് കത്തെഴുതിയിരുന്നു നേരിട്ട്. ഇന്ത്യ മുന്നണി യോഗത്തിന്റെ വേദിയിൽ മാഡം സോണിയാഗാന്ധി വളരെ കൃത്യമായി അവരോട് ഈ യാത്ര ഇന്ന ദിവസങ്ങളിൽ കടന്നു പോകുന്നുണ്ട്, പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്തതാണ്. ഇത് ഒഫീഷ്യലാണ് കേട്ടോ, ഇത് ഒഫീഷ്യലായിട്ടുള്ള കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരി ഫക്രുദ്ദീൻ, അപ്പോൾ കോൺഗ്രസ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് മമതാ ബാനർജി യാത്രയുടെ കാര്യം. അതെ. അപ്പം ഇതിന്റെ കാര്യം വളരെ കൃത്യമാണ്. ഇനി എന്തിനാണ് എങ്ങനെയാണ് അവരെയൊക്കെ വിശ്വസിക്കുക? ഇത്രയും വലിയൊരു കള്ളം ലോകത്തോട് വിളിച്ചു പറയാണ്. കോൺഗ്രസ് ഒഫീഷ്യലായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർക്കൊരു മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് എനിക്കിതിൽ തോന്നുന്നു. ഞാൻ കോൺഗ്രസിൻ്റെ ഉപദേശകനെന്നല്ല, ഇവർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ രാമക്ഷേത്ര വിഷയത്തിൽ ഇവരെ നിലപാട് ഫൈനലി എടുത്തിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പ് ആരും അന്ന് അവിടെ പോകുന്നില്ല എന്നൊരു നിലപാട് എടുത്തു. അതിവരുടെ നിലപാട് എന്ന് വെച്ചാൽ അന്ന് ഒരു തരം നെഹ്റുവിയൻ ലൈനാണ്, ഇന്ദിരാഗാന്ധിയുടെ ലൈനാണ്, ഒരു നെഹ്റുവിയൻ ലൈനാണ്. നിങ്ങൾ കാര്യം ആ ലൈനിൽ കൃത്യമായിട്ട് എടുത്തിട്ട് നിങ്ങളെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ടുവരും. നിങ്ങൾ ഓരോ ജില്ലയിലും ഓരോ രാഹുൽ മാങ്കൂട്ടത്തിനെങ്കിലും നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കൂ. നിങ്ങൾ കണ്ണൂർ ചില സ്ഥലങ്ങളിലുള്ള ഈ കോൺഗ്രസിൻ്റെ യൂണിറ്റുകളുണ്ട്, നമ്മൾ പൂക്കുട്ടിക്കൊക്കെ അറിയാതെ. അപ്പോൾ അങ്ങനെയുള്ള ചിട്ടയായി പ്രവർത്തിക്കുന്നത്, ഒരു അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൃത്യമായി ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം നിങ്ങൾ കേരളത്തിൽ, ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് സിസ്റ്റമാറ്റിക്കായി നടപ്പിലാക്കൂ. അങ്ങനെ ആകുമ്പോൾ ഈ ഇലക്ഷൻ അങ്ങ് വിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു ഇടം നിങ്ങൾക്ക് കൃത്യമായി ബിൽഡ് ചെയ്തെടുക്കാനും അടുത്തൊരു തലമുറയായിട്ട് നിങ്ങൾക്ക് കൺവേഴ്സ് ചെയ്യാനും പറ്റും. അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെയും കൊണ്ട് ഈ സംവിധാനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ മാത്രമല്ല, നിങ്ങൾ കെട്ടുറപ്പാണ് ഇല്ലാതാകുക. ഇവർക്കൊക്കെ വേണ്ടി സമയം കളയുന്നതിനെക്കാട്ടും നല്ലത് പാർട്ടി സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഉപദേശകരുടെ കുഴപ്പവും സംഭവിക്കുന്നുണ്ട് ഇല്ലേ, രാഹുലിനെ ഉപദേശിക്കുന്നവരും? എവിടെയെന്ന് പ്രശ്നം എനിക്ക് തോന്നി, നമുക്കത് കൺഫർമേഷൻ ഇല്ല എങ്കിൽ പോലും അതിന് പണ്ട് നമ്മളെ കൂടെ ഒക്കെ ഡൽഹി ക്യാമ്പസിലൊക്കെ ഉണ്ടായിരുന്ന തീവ്ര ലെഫ്റ്റ് സ്വഭാവമുള്ള ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഉപദേശവൃന്ദത്തിൽ പ്രധാനികളായിട്ടുണ്ട് എന്ന് നമ്മുടെ ക്യാമ്പസ് തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ബീഹാറിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ചിലവാകും, അത് അവർ പറഞ്ഞാൽ ചിലവാകും. അപ്പം പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ എങ്ങനെ ചിലവാകുക? അപ്പം അന്ന് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസ്താവന ഉണ്ട്, ഇത്രയും ഇവിടെ പാവങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന രീതിയിലുള്ള ഡയലോഗ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം നടത്തിയിരുന്നു. ആ ഉപദേശം കൊടുത്തത് ഞാനത് അന്വേഷണം മനസ്സിലായത് ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പം ഈ രാഹുൽ ഗാന്ധി അങ്ങനെ പറയുമ്പോൾ അത് സത്യത്തിൽ ആളുകൾ ഈ ഉപദേശം കൊടുത്ത സന്ദീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സന്ദീപ് ആണെങ്കിൽ സന്ദീപ് പറയുന്ന പോലെ സന്ദീപ് ബീഹാറിന് ഒരു എന്താ പറയുക, ഒരു ഗ്രാമപ്രദേശത്ത് വരുന്ന ഒരു സാധാരണക്കാരനാണ്.
രാഹുൽ ഗാന്ധി പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഭരിച്ചത് ആരൊക്കെയാണ്? ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ തന്നെ വല്യപ്പ, വാപ്പ, വല്യമ്മ, ഉമ്മ അവരൊക്കെ തന്നെ ഇന്ത്യ ഭരിച്ചത്. മോഡി ഭരിക്കാൻ തുടങ്ങി 5 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ 10 വർഷമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ പാവങ്ങൾക്ക് എന്ത് കിട്ടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം കൊണ്ട് എന്ത് കിട്ടി എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ബൗൺസ് ബാക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശം അല്ല രാഹുൽ ഗാന്ധിക്ക് കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ കുറച്ചുകൂടി നല്ല ഉപദേശകനാകാൻ പറ്റിയ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ്, ശശി തരൂരിനെ പോലെയുള്ള ആളുകളാണ്. അദ്ദേഹത്തെ കുറച്ചുകൂടി ഇന്ത്യ എന്നുള്ള ഒരു വലിയൊരു റിയാലിറ്റിയെ, അതിൻ്റെ ന്യൂആൻസസ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് ഒരു നിലപാടെങ്കിലും എടുത്തു, അതിനെ താങ്കൾ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷം തരൂർ ഇതേ രാമപ്രതിഷ്ഠയുടെ ചിത്രം തന്നെ പങ്കുവെച്ചുകൊണ്ട് ഇല്ല, അത്തരമൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ടാക്ടിക്സ് ആണോ തരൂരിന്റെ? അല്ല തരൂർ അങ്ങനെ ചില ചെറിയ കളികളെ കളിക്കും. പക്ഷെ അതിലുപരിയായിട്ടേ രാമനോടല്ലെങ്കിലും പ്രശ്നമൊന്നുമല്ലല്ലോ കോൺഗ്രസിന്. അന്നത്തെ ആ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നത്, ഇവർ പോകാതിരുന്നത്. രാമനുമായിട്ട് ബന്ധമില്ലല്ലോ. രാമൻ എന്ന വികാരത്തെ ഇവരെല്ലാം ഉൾക്കൊള്ളുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് അത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇപ്പം കൊണ്ടുപോകുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ അവിടെ രാമനൊരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇവരിപ്പോൾ കോൺഗ്രസിന് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ. ആ രാമനൊരു സ്പേസ് ഉണ്ട്. അതായിരിക്കും ശശി തരൂർ അടയാളപ്പെടുത്തിയത്. പിന്നെ ശശി തരൂരാണ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഈ ലോക്സഭാ ഇലക്ഷൻ വരെ ശശി തരൂരിനെ പറ്റി കൂടുതൽ പ്രവചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? ഇത് ഒരു കാര്യം കൂടിയുണ്ട്, അവിടെ പ്രതിഷ്ഠിക്കുന്നത് രാഷ്ട്രീയ രാമനെയാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അപ്പോൾ ഈ രാഷ്ട്രീയ രാമൻ എന്ന് പറഞ്ഞ അതേ രാമന്റെ ഫോട്ടോയാണ് സിയാറാം എന്ന രീതിയിൽ പങ്കുവെച്ചത് ശശി തരൂർ. അത് ഫോട്ടോ മാറ്റേ സിഗ്നിഫയറിൽ വലിയ പ്രശ്നമില്ല. സിഗ്നിഫൈഡിലാണ് പ്രശ്നം എന്നാണ് ഈ പറയുന്ന, എന്താണ് പറയുക, ലിംഗ്വിസ്റ്റിക്സ് സുസുവൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ലിംഗ്വിസ്റ്റിക്സിൽ നിങ്ങൾ ഈ മഞ്ജുഷ് ഗോപാൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുക വേറൊരു മഞ്ജുഷ് ഗോപാലായിരിക്കും, ശ്രീജിത്തിൻ്റെ മനസ്സിലുണ്ടാകുക വേറൊരു മഞ്ജുഷ് ഗോപാലായിരിക്കും. അപ്പോൾ മഞ്ജുഷ് ഗോപാൽ എന്നുള്ള സിഗ്നിഫയർ അതിൻ്റെ ഉള്ളിൽ അർത്ഥം സിഗ്നിഫൈഡ് എന്നാണ് പറയുക. അത് തിയറിയാണ്. അപ്പോൾ അതുപോലെ ഈ രാമൻ്റെ ചിത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ രാമൻ തന്നെയാണ്. രാമൻ അങ്ങനെ ഏതൊക്കെ രൂപത്തിൽ വരാം എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ അവർ വ്യാഖ്യാനിക്കും. അങ്ങനെ ആയിരിക്കും കണ്ടിട്ടാണ്. ശശി തരൂരിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ചൊരു ഡിസാറ്റിസ്ഫാക്ഷൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് അങ്ങനെ സജീവമായിട്ട് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാമെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ സജീവമായി കാണുന്നില്ല. പിന്നെ മാത്രമല്ല പിന്നെ തിരുവനന്തപുരത്തൊക്കെ നല്ല സാധ്യതയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തെ പറ്റി ഇലക്ഷൻ വരുമ്പോൾ അധികമൊന്നും അവർ സംസാരിക്കുന്നില്ല. അവർ മറ്റ് പല സ്ഥലത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല വാട്ട്സ് ഓൾ ഗോയിങ് ഓൺ. അയ്യോ, അത് ഭയങ്കരമാണല്ലോ ഫക്രുദ്ദീൻ. അപ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നാണല്ലോ. അപ്പോൾ തരൂർ BJPയിലേക്ക് പോകാനിരിക്കുകയാണെന്നാണോ? പലരും അല്ല എനിക്കറിയില്ല, നമുക്ക് കൃത്യമായ കൺഫർമേഷൻ കിട്ടാമെന്ന് പറയാം. ഏതായാലും ഇടതുപക്ഷവും കാര്യമായിട്ട് തിരുവനന്തപുരത്തെ പറ്റി ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. അവരിവിടെ PK വാസുദേവൻ നായരൊക്കെ ജയിച്ചതാണ്. രാജേട്ടൻ വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ശശി തരൂർ 2ാമത്തെ തവണ മത്സരിച്ചപ്പം ഏതാണ്ട് 10,000-20,000 വോട്ടിനാണ് രാജേട്ടൻ പരാജയപ്പെട്ടത്. അപ്പം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അവിടെ ശശി തരൂരും അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നല്ലാതെ അദ്ദേഹം കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ BJP ആയിട്ട് ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ സാധ്യതയുള്ള തിരുവനന്തപുരത്തെ പറ്റി അങ്ങനെ ഒരു വലിയൊരു ഡയലോഗൊന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അതുപോലെ തന്നെ BJP സൈലന്റ് ആവുന്നു. CPIയുടെ സ്ഥാനാർത്ഥി ആരാന്ന് നമുക്കറിയില്ല. അങ്ങനെ മൊത്തം അനിശ്ചിതത്വം തിരുവനന്തപുരത്തെ പറ്റിയിട്ടുണ്ട്. അതിൽ കൂടുതലായി ഞാൻ എന്തായാലും കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായി വെരിഫൈ ചെയ്തിട്ടില്ലേ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. ശരി താങ്കൾ